ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങളൊന്ന് വായിക്കാം. അതായത് പുതിയുഗ കേരളം, അത് യു ഡി എഫിൻ്റെ ക്യാമ്പയിൻ ആയിരുന്നു നമുക്കറിയാമല്ലോ. പുതിയുഗ കേരളം അജണ്ടയും സർക്കാർ മുന്നോട്ട് വെച്ച യു ഡി എഫ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച പുതിയുഗ കേരളം അജണ്ട, അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ അതീവ ശ്രദ്ധയോടെ കേൾക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഇതാണ്: പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കാൻ തയ്യാറായാൽ ഇത് പ്രതീക്ഷ നൽകുന്നൊരു ചുവടുവെപ്പാണ്. ഒന്ന്, ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപനത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: ഇതിൽ ഭൂരിഭാഗവും BJP കേരളത്തിൻ്റെ പ്രകടന പത്രികയിൽ നിന്നും വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബ്രാക്കറ്റിൽ കടമെടുത്ത് തയ്യാറാക്കിയതാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭരണപക്ഷ MLAയുടേതല്ല. കേരളത്തിൻ്റെ നിയമസഭയിലിരിക്കുന്ന പ്രതിപക്ഷ MLA ആയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയപ്രഖ്യാപനത്തിന് ശേഷം എഴുതിയതാണ്. BJPയുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും അവരുടെ പ്രകടന പത്രികയിൽ നിന്നും കടമെടുത്ത് തയ്യാറാക്കിയ നയപ്രഖ്യാപനം എന്നാണ് VD സതീശൻ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തെ, ആദ്യ നയപ്രഖ്യാപനത്തെ ഈ സഭയിലെ BJP സംസ്ഥാന അധ്യക്ഷൻ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കേന്ദ്രത്തെ വിമർശിക്കേണ്ടി വരുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു അടിയന്തര പ്രമേയത്തെ അനുവദിക്കാൻ കഴിയുക? സഭ നിർത്തിവെച്ച് ഈ ജനകീയ പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്യാനാകും? അങ്ങനെ ഒരു തലം രൂപപ്പെട്ടാൽ അവിടെ അതിശക്തമായ കേന്ദ്ര വിമർശനം, മോദി വിമർശനം എല്ലാം ഉയർന്നു വരും. അത് കഴിയാതെ അത് ഒഴിവാക്കി കൊടുത്തു. അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ വാചകത്തിൻ്റെ ഗൗരവം നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന് BJP പ്രീണനം, കേന്ദ്ര സർക്കാരിന് അനുകൂലമായ അലോസരമുണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ശൈലി UDF സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വാഭാവികമായി സഭയുടെ കീഴ്വഴക്കത്തിലില്ലാത്ത വിധം ആ അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടില്ലാത്ത BJPയുടെ പ്രതിനിധിക്ക് അവിടെ സംസാരിക്കാൻ പോലും ഒരു അവസരം ഒരുങ്ങുന്നത്. ഇതുമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കാലത്ത് നടന്നു വരുന്നു എന്ന് അറിഞ്ഞിരിക്കാനോ ഓർക്കാനോ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.